ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇടാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. പിന്നെ ഇതാ തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും ഇട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. ഇനി ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചിക്കന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ 2 സൈഡും ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഇതിലേക്ക് ഈ സെയിം എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ ഒരു എണ്ണയിൽ തന്നെ ഇതാ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 2 സവാള, മീഡിയം സൈസുള്ള 2 സവാളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇട്ട് ആ ഒരു സമയത്ത് തന്നെ ഇതാ വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചിടുക. 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വറ്റൽമുളക് ഇടുന്നതായിരിക്കും ഒന്ന് നല്ലത്. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നോർമലി ചേർക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നല്ലോണം വഴന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. 1 തക്കാളി കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇതിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒരു തക്കാളി തന്നെ കൂടുതൽ എടുത്താലും മതിയാവും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾക്ക് ഗ്രേവിക്ക് എത്രമാത്രം വെള്ളം വേണമെന്ന് വെച്ചാൽ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒരു ഫ്രൈ പോലെ ആക്കിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ മിക്സാക്കി എടുക്കാം. ഈ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നമുക്ക് തേങ്ങാപ്പാലായാലും ചേർക്കാം, അല്ലെങ്കിൽ കാഷ്യൂ നട്ട് ഒന്ന് അരച്ചിട്ട് ആ ഒരു പേസ്റ്റ് ചേർത്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം. ഇതും കൂടി ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. 1 ടീസ്പൂണ്, ഫുള്ളായിട്ട് വേണമെന്നില്ല, ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കി നല്ല രീതിയിൽ മിക്സാക്കി റെഡിയാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. പക്ഷേ ടേസ്റ്റും നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ചെറിയ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മൾ കറിയിലും വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇതിൻ്റെ കൂടെ ഞാൻ പൊറോട്ടയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ പൊറോട്ട പത്തിരിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്ച്ചോറിൻ്റെ കൂടിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.